BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈനിലേക്ക് നിക്ഷേപം ആകർഷിക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ നിക്ഷേപ പ്രോത്സാഹന ഏജൻസിയായ ബഹ്റൈൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് ബോർഡ് ഈ മാസം 9 മുതൽ 14 വരെ ഇന്ത്യയിൽ സന്ദർശനം നടത്തും. സുസ്ഥിര വികസന മന്ത്രിയും ബഹ്റൈൻ EDB ചീഫ് എക്സിക്യൂട്ടീവുമായ നൂർ ബിൻ അലി അൽ ഗുലൈഫിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ EDBയിലെ മുതിർന്ന അംഗങ്ങളുമുണ്ട്. ഒരാഴ്ചത്തെ കാലയളവിൽ നിരവധി ഇന്ത്യൻ നഗരങ്ങൾ സംഘം സന്ദർശിക്കും. ഉൽപാദനം, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നീ മേഖലയിൽ ബഹ്റൈനുള്ള സാധ്യതകൾക്ക് പ്രചാരം കൊടുക്കുകയാണ് പ്രധാന ലക്ഷ്യം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, ബഹ്റൈനിൽ നിക്ഷേപാവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളും സന്ദർശനത്തിനുണ്ട്. പ്രതിനിധി സംഘം മുംബൈ, ബംഗളൂരു, ചെന്നൈ നഗരങ്ങൾ സന്ദർശിക്കും. ബഹ്റൈനിലെ നിക്ഷേപാനുകൂല അന്തരീക്ഷം ഇന്ത്യൻ ബിസിനസ്സുകൾ വിപുലീകരിക്കാൻ സഹായകമാണ്. ഗൾഫ് മേഖലയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബഹ്റൈൻ ഇന്ത്യയുടെ സമീപത്താണെന്ന് മാത്രമല്ല, അനുകൂല ബിസിനസ് അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. ആഗോളതലത്തിൽ ബിസിനസ് വിപുലീകരിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യൻ സംരംഭങ്ങൾക്ക് അനുയോജ്യമായ കേന്ദ്രമാണ് ബഹ്റൈൻ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര ബന്ധം ശക്തമാക്കുന്നതിനും സന്ദർശനം ഉപകരിക്കുമെന്നും മന്ത്രി അൽ ഗുലൈഫ് പറഞ്ഞു. 2023 കണക്കനുസരിച്ച് 19,900 കമ്പനികളും ഇന്ത്യൻ സംയുക്ത സംരംഭങ്ങളും ബഹ്റൈനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2019 മുതൽ ഇന്ത്യൻ നിക്ഷേപത്തിൽ 62% വളർച്ചയുണ്ട്. 2019നും 2023നും ഇടയിൽ ഇന്ത്യൻ വിദേശ നിക്ഷേപം 36.6% വർദ്ധിച്ചു. ഓരോ വർഷവും ശരാശരി $102 ദശലക്ഷം വർധനവുണ്ട്. 2023 ഇന്ത്യയിൽ നിന്നുള്ള വിദേശ നിക്ഷേപം $1.52 മില്യൺ ബഹ്റൈനിലെ 6ാമത്തെ മികച്ച നിക്ഷേപ രാജ്യം കൂടിയാണ് ഇന്ത്യ. കേരള ഗാലക്സി ബഹ്റൈൻ 2024 7ാം വാർഷികത്തോടനുബന്ധിച്ച് ഓണക്കിറ്റ് വിതരണം ചെയ്തു. BMC ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്ത് ഉദ്ഘാടനം ചെയ്തു. കേരള ഗാലക്സി ചെയർമാൻ വിജയൻ കരുമല കിറ്റ് കൈമാറി. ഗഫൂർ മയ്യന്നൂർ, വിനോദ് അരൂർ, രാജീവൻ കൊയിലാണ്ടി, വിജയൻ ശരത്, ഷക്കീല മുഹമ്മദ് അലി, സീനത്ത് പാലക്കാട്, മോളി മോഹൻ, സന്തോഷ് രാജഗിരി എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത്. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കേരള ഗാലക്സി 2018 മുതൽ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. വ്യാജ എഞ്ചിൻ ഓയിൽ ഉൽപ്പന്നങ്ങൾ വ്യവസായ വാണിജ്യ മന്ത്രാലയത്തിലെ ഇൻസ്പെക്ഷൻ ഡയറക്ടറേറ്റ് പിടിച്ചെടുത്തു. ആഭ്യന്തര മന്ത്രാലയവുമായി ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പിടിച്ചെടുത്തത്. ലൈസൻസ് ഇല്ലാതെയായിരുന്നു വിൽപ്പന. ഉൽപ്പന്നങ്ങളിൽ വ്യാജ ഡേറ്റയും യഥാർത്ഥ കമ്പനികളുടെ വ്യാജ വ്യാപാര മുദ്രകളും നിരവധി കമ്പനികളുടെ വ്യാജ വ്യാപാര മുദ്രകളുമുള്ള എഞ്ചിൻ ഓയിൽ ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തവയിൽപ്പെടുന്നു. ഈ ഉൽപ്പന്നങ്ങളുടെ 96 ബോക്സുകളാണ് പിടിച്ചെടുത്തത്. ഇതുകൊണ്ടുപോയ വാഹനവും കണ്ടുകെട്ടി. കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. ഉൽപ്പന്നങ്ങൾ അംഗീകൃത ലബോറട്ടറികളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയതായും ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചു. ഇത്തരം വ്യാജ ഉൽപ്പന്നങ്ങളുടെ വിപണനവും വിൽപ്പനയും സംബന്ധിച്ച് അറിവ് ലഭിച്ചാൽ ഇൻസ്പെക്ഷൻ ഡയറക്ടറേറ്റിന്റെ ഇമെയിലായ inspection@moic.gov.bh വഴി അറിയിക്കാം. അല്ലെങ്കിൽ 17111225 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ അറിയിക്കാം. നിർദ്ദേശങ്ങൾക്കും പരാതികൾക്കുമുള്ള ദേശീയ സംവിധാനം തവാസുൽ വഴിയും അറിയിക്കാം. സ്വകാര്യ മേഖലയിലെ പുരുഷ ജീവനക്കാർക്ക് 3 ദിവസത്തെ പിതൃത്വ അവധി ലഭിക്കാൻ സാധ്യത. ഓരോ കുട്ടി ജനിക്കുമ്പോഴും 3 ദിവസത്തെ പിതൃത്വ അവധി അനുവദിക്കുമെന്നതടക്കം ആവശ്യങ്ങൾ 5 പാർലമെന്റ് അംഗങ്ങൾ ഉന്നയിച്ചു. ജലാൽ ഖാദിമിന്റെ നേതൃത്വത്തിലുള്ള പാർലമെന്റ് അംഗങ്ങളാണ് 2012 സ്വകാര്യ മേഖലാ തൊഴിൽ നിയമത്തിൽ ഭേദഗതികൾ നിർദ്ദേശിക്കുന്നത്. നിയമപ്രകാരം ആദ്യ വിവാഹം, കുടുംബാംഗത്തിന്റെ മരണം എന്നിവയ്ക്ക് 3 ദിവസത്തെ അവധി നൽകുന്നുണ്ട്. സ്വകാര്യ മേഖലയിലെ പുരുഷ ജീവനക്കാർക്ക് കുട്ടി ജനിച്ചാൽ നിലവിൽ 1 ദിവസം അവധിയാണുള്ളത്. വനിതാ ജീവനക്കാർക്ക് കുട്ടിയുടെ ജനന തീയതി മുതൽ 2 മാസത്തെ ശമ്പളത്തോടു കൂടിയ അവധിക്കും അർഹതയുണ്ട്. ഈ വർഷം ആദ്യം മുതൽ സൗദി അറേബ്യ 3 ദിവസത്തെ പിതൃത്വ അവധി അനുവദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആദ്യത്തെ GCC രാജ്യമാണ് സൗദി. പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള വ്യത്യസ്ത രുചികൾ, ഒപ്പം പ്രശസ്ത അവതാരകൻ രാജ് കലേഷും. കേരളീയ സമാജത്തിലെ മഹാരുചിമേള ആസ്വദിക്കാൻ പ്രവാസികൾ ഒഴുകുകയാണ്. ബഹ്റൈൻ കേരളീയ സമാജം സംഘടിപ്പിക്കുന്ന ശ്രാവണം 2024 ഓണാഘോഷങ്ങളുടെ ഭാഗമായാണ് രുചിമേളയൊരുക്കിയത്. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള രുചി വൈവിധ്യങ്ങളെ പ്രതിനിധാനം ചെയ്ത വിവിധ സംഘടനകളും കൂട്ടായ്മകളും സ്റ്റാളുകൾ ഒരുക്കി. രുചി വൈവിധ്യത്തിലെന്ന പോലെ പേരിലും വ്യത്യസ്തത പുലർത്തിയ 30ഓളം സ്റ്റാളുകളാണ് ഉണ്ടായിരുന്നത്. സാധനങ്ങൾ വിറ്റുകിട്ടുന്ന പണം വിവിധ തരത്തിലുള്ള അവശതകൾ അനുഭവിക്കുന്നവരെ സഹായിക്കാൻ ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരുക്കിയ സ്റ്റാളുകളും കൂട്ടത്തിലുണ്ടായിരുന്നു. കൊല്ലം പ്രവാസി അസോസിയേഷന്റെ ചിന്നക്കട ശാന്തിതീരം ഭിന്നശേഷി വിദ്യാലയം, ബഹ്റൈൻ ചാപ്റ്ററിന്റെ ശാന്തിതീരം തട്ടുകട, തണൽ ബഹ്റൈൻ ചാപ്റ്റർ നടത്തുന്ന തണൽ തട്ടുകട, BKSF
ക്ലബിൻ്റെ രാഗം രുചി ദോശശാല, മുല്ലപ്പന്തൽ കുമാരേട്ടൻ്റെ ചായക്കട, തിങ്ക് ടാങ്ക്, ബാഡ്മിൻ്റൺ ബൈറ്റ്സ്, കോഴിക്കോട് ജില്ലാ പ്രവാസി അസോസിയേഷൻ്റെ തട്ടുകട, അരിക്കൊമ്പൻ മുക്ക് കണ്ണൂർ തുടങ്ങിയവയാണ് സന്ദർശകർക്ക് പുതിയ രുചിലോകം സമ്മാനിച്ചത്. വൈവിധ്യമാർന്ന വിഭവങ്ങൾ സ്റ്റാളുകളിൽ തയ്യാറാക്കിയിരുന്നു. രാജകലേഷ് ഉദ്ഘാടനം ചെയ്ത മഹാരുചിമേളയിൽ ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് പി രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ, മഹാരുചിമേള കൺവീനർ എൽദോ പൗലോസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വർഗീസ് ജോർജ് ജനറൽ കൺവീനറായ സംഘാടക സമിതിയാണ് ശ്രാവണം 2024 സംഘടിപ്പിക്കുന്നത്. പീഡനക്കേസിൽ എം മുകേഷ് MLAക്ക് മുൻകൂർ ജാമ്യം നൽകിയ സെഷൻസ് കോടതി ഉത്തരവിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയേക്കും. മുൻകൂർ ജാമ്യ വിചാരണയെ പോലും ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാകും അപ്പീൽ. പരാതിക്കാരുടെ മൊഴിയടക്കം പരിശോധിച്ചാണ് രഹസ്യവാദത്തിന് ശേഷം സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. ബലപ്രയോഗത്തിലൂടെ ലൈംഗിക ബന്ധമെന്ന സൂചന മൊഴിയിലില്ലെന്നും മറ്റും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ നടപടികൾ കേസ് അന്വേഷണത്തെയും ബാധിക്കുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ എറണാകുളം മരട് പോലീസാണ് മുകേഷിനെതിരെ കേസെടുത്തത്. കോഴിക്കോട് നിന്ന് മുഹമ്മദ് ആട്ടൂരിനെ കാണാതായ സംഭവം അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തിന് രൂപം നൽകി. ക്രൈംബ്രാഞ്ച് കോഴിക്കോട് റേഞ്ച് IGP പ്രകാശിന്റെ മേൽനോട്ടത്തിലാണ് സംഘം പ്രവർത്തിക്കുക. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് DYSP പ്രേമനാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. കോഴിക്കോട് വയനാട് ക്രൈംബ്രാഞ്ച് യൂണിറ്റുകളിലെ ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർമാരായ ഷാരോൺ CS, രതീഷ് കുമാർ R, അഭിലാഷ് P, സിബി തോമസ് എന്നിവരെ കൂടാതെ കോഴിക്കോട് ക്രൈംബ്രാഞ്ച് SPയും സംഘത്തിലുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് ക്രൈംബ്രാഞ്ച് കൈമാറി. ക്രൈംബ്രാഞ്ച് ADGP H വെങ്കിടേഷാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി ഉത്തരവിട്ടത്. യാത്രക്കാരിയുടെ കാണാതായ സ്വർണ്ണമാലയും വജ്രലോക്കറ്റും കണ്ടെത്താൻ ട്രെയിൻ നിർത്തിയിട്ട് പോലീസ് തിരച്ചിൽ. ഒടുവിൽ മാല കണ്ടെത്തി. വെള്ളിയാഴ്ച രാവിലെ 8:45ഓടെയാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം. ഹരിപ്പാട് കുന്നുംപുറത്ത് പുത്തൻ വീട്ടിൽ നാൻസി എൽസ വർഗീസിന്റെ 1 ലക്ഷത്തോളം രൂപ വില വരുന്ന മാലയാണ് ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസിൽ നിന്ന് കോട്ടയം റെയിൽവേ പോലീസ് കണ്ടെടുത്തത്. ബംഗളൂരു പരീക്ഷ എഴുതിയ ശേഷം ട്രെയിനിൽ മടങ്ങുന്നതിനിടെയാണ് യുവതിയുടെ സ്വർണ്ണമാലയും വജ്രലോക്കറ്റും നഷ്ടമായത്. എറണാകുളത്ത് എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന ഇവർ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി 10 മിനിറ്റിന് ശേഷമാണ് മാല നഷ്ടമായ വിവരം യുവതി അറിഞ്ഞത്. ഉടൻ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ പോലീസിനെ വിവരം അറിയിച്ചു. ഈ സമയം ട്രെയിൻ കോട്ടയത്ത് എത്തിയിരുന്നു. ഇവർ വിവരം കോട്ടയം റെയിൽവേ പോലീസിന് കൈമാറി. ലോക്കോ പൈലറ്റിന്റെ വിവരം അറിയിച്ച ശേഷം കോട്ടയം റെയിൽവേ SHO റെജി പി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം യുവതി യാത്ര ചെയ്ത S2 കോച്ചിനുള്ളിൽ വ്യാപക തെരച്ചിൽ നടത്തി. 14 പോലീസുകാർ ചേർന്ന് നടത്തിയ പരിശോധനയിൽ ബാഗുകൾക്കിടയിൽ നിന്ന് മാല കണ്ടെത്തുകയായിരുന്നു. 10 മിനിറ്റോളം ഇതിനായി ട്രെയിൻ ഇവിടെ പിടിച്ചിട്ടു. മാല ലഭിച്ച ശേഷമാണ് ട്രെയിൻ യാത്ര പുനരാരംഭിച്ചത്. വെള്ളിയാഴ്ച രാത്രിയോടെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തി യുവതി മാല ഏറ്റുവാങ്ങി. മാല ലഭിച്ചതിന്റെ സന്തോഷത്തിൽ ഇവർ മധുരം വിതരണം ചെയ്തു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.